إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അഥവാ ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സുപ്രധാനമായ ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്, അഥവാ ദുആ. ദുആ എന്ന വാക്കിന് പ്രാർത്ഥന, ക്ഷണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സാങ്കേതികമായ അതിന്റെ ആശയം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ദുആ ഇരക്കുക. ദുആ ഇരക്കുക എന്ന് പറഞ്ഞാൽ ഇരന്ന് വാങ്ങുക. ആരോട്? അല്ലാഹുവിനോട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അഫ്ളലു അൻവാഇൽ ഇബാദത്തി അദ്ദുആ. ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ മുഖുൽ ഇബാദ. പ്രാർത്ഥന
ആരാധനയുടെ സത്തയാണ്, അതിൻ്റെ മജ്ജയാണ്. പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ ആയത്താണ്. എന്താണത്? നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ദുആ ആകുന്ന ഇബാദത്ത് എനിക്ക് സമർപ്പിക്കുന്നതിൽ നിന്ന് അഹന്ത കാണിക്കുന്നവൻ, കിബ്ർ കാണിക്കുന്നവൻ, ധിക്കരിക്കുന്നവൻ നാളെ പരലോകത്ത് അപമാനിതനായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. സൂറത്തുൽ ഗാഫിർ 60. കാരണം പ്രാർത്ഥന ഇബാദത്തുകളെല്ലാം അള്ളാഹ്ക്ക്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു തർക്കവുമില്ല, ഒരു വാദപ്രതിവാദത്തിന്റെയും ആവശ്യമല്ല, ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമല്ല. അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്തെടുത്തുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഏത് ഹോജയാന്നുള്ളത്, ഇതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഏത് പണ്ഡിതനാണുള്ളത്? ഒരു പണ്ഡിതനാണ്, ഓ ആലിമാന്ന്, ഓ ഔലിയാന്ന്? ഒരിക്കലും പാടില്ല. പരിശുദ്ധ ഖുർആനിലെ ആയത്തും റസൂലുള്ളാഹിന്റെ തിരുവചനവും വെച്ചുകൊണ്ട് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നു, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ദുആ ഇബാദത്തെല്ലാം അള്ളാഹ്ക്ക്. തന്നെയുമല്ല, ആ ഇബാദത്ത്, ഈ ദുആ ആകുന്ന ഇബാദത്ത് ആരാധനകളുടെ സത്തയാണ്, അതിന്റെ മജ്ജയാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആ ഹുവൽ ഇബാദ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. 2, റബ്ബ് മാത്രമേ ഉത്തരം നൽകൂ. 3, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അഹന്ത നടിക്കുന്നവൻ, അവന്റെ പര്യവസാനം നരകമാണ്. സുപ്രധാനമായി 3 കാര്യമാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. 3 കാര്യം ഏതാക്കും പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി പണ്ഡിതനാവണ്ട, ഖതീബും ഖാദിയും ഒന്നും ആവണ്ട. ഈ ആയത്തിലെ സുപ്രധാന 3 പരാമർശം ഞാനീ പറഞ്ഞത്. അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള, യഹ്യ നബി അടക്കമുള്ള പ്രവാചകന്മാരുടെ അവർ ചെയ്ത നന്മകളെ പുകഴ്ത്തിയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്, നമ്മൾക്ക് പറയാനുള്ള അള്ളാന്റെ കലാമോ റസൂലുള്ളാഹിന്റെ ഹദീസുമാണ്. അവർ ചെയ്ത നന്മകൾ ഇങ്ങനെ എടുത്തു പറയാൻ അല്ലാഹു. ആ കൂട്ടത്തിൽ വയദുഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. ആര്? അമ്പിയാക്കന്മാര്, മുർസലീങ്ങള്, സക്കരിയ നബി മുതൽക്കുള്ള ആളുകള്. സക്കരിയ നബി ദ്വാരുന്ന പ്രാർത്ഥന അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സ് പൊട്ടിയും കൊണ്ട് വളരെ ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബിലാ തദർനീ ഫർദാ. അല്ലാഹുവേ, എനിക്ക് നീ പിന്തലമുറയില്ലാതെ എന്നെ നീ ഏകനാക്കല്ല. റബ്ബി ലാ തദർനീ ഫർദാ. എന്റെ ഈ തൗഹീദ് ഏറ്റെടുക്കാൻ ഒരു പിൻഗാമി ഇല്ലാതെ എന്നെ നീ അവസാനിപ്പിക്കല്ല എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഒക്കെ അവസാനം അല്ലാഹു പറയുന്നു,
അവരെല്ലാം തന്നെ നമ്മോട് അഥവാ അള്ളാനോട് പ്രാർത്ഥിച്ചു. എങ്ങനെ? റഗബൻ വറഹബൻ. റഗബ് പ്രതീക്ഷയോടെ. റബ്ബിനോടുള്ള ദുആയിൽ മാത്രമേ പ്രതീക്ഷ ഉള്ളൂ. അതേ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. വറഹബൻ ഭയപ്പാടോട്, പേടിച്ചു. അവരെല്ലാം നമ്മളോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ എന്തുണ്ടാവണം? ഒന്ന് പ്രതീക്ഷ വേണം, രണ്ടോ പേടി വേണം. റഹബ് സ്വീകരിക്കയില്ലേ എന്നുള്ള. നമ്മുടെ നാട്ടിലെ ദുആ എങ്ങനെയാണ്? ഓർ ദ്വാരക്കലാണ്. ഓർ ദ്വാരക്കുമ്പോൾ നമ്മളെ കൈ എങ്ങനെയാണ്? ചിലതെല്ലാം ഇങ്ങനെ, ചിലതെല്ലാം കിട്ടുക എന്നാൽ കിട്ടിക്കോട്ട്. ഏതായാലും ഇപ്പൊ ഇയാൾ ദ്വാരം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും ആട്ടെ, അത് ഓരോ ഡ്യൂട്ടിയാണ്. നമ്മൾക്ക് ഏതായാലും ഇപ്പൊ അത് പാടില്ല. കാരണം എന്താ? ഡയറക്റ്റ് ബന്ധപ്പെട്ടാൽ ടീസായി പോകും. അള്ളാഹുവായിട്ട് നേരെ ബന്ധപ്പെട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഓരെന്താ വെച്ചാൽ ചെയ്യട്ടെ, ആമീന്ന് പറഞ്ഞു കൊടുക്കുക, കിട്ടുന്ന കിട്ടട്ടെ. അതല്ല അമ്പിയാക്കന്മാരെ പ്രാർത്ഥന. സക്കരിയ നബിക്ക് അള്ളാഹു കുഞ്ഞിന് നൽകിയെന്ന് തൊട്ട ആയത്തിൽ പറയുന്നുണ്ട്. യഹ്യ. അതാണ് ഈ റഹബ്, റഹബോട് കൂടെയുള്ള പ്രാർത്ഥന. പ്രതീക്ഷയോടും ഭയപ്പാടോടും കൂടെയുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകി. സക്കരിയ നബിക്ക് യഹ്യയെ നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ ഞാൻ ഈ പറഞ്ഞതിന്റെ മേലെ ആയത്തിൽ കാണാവുന്നതാണ്. നമ്മൾ പിന്നെ അതിൻ്റെ എല്ലാം മൊത്തം കുത്തക അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് അവരൊരു പണിയാണ്, നടന്നോട്ടെ. ഒരിക്കലും പാടില്ല. നമ്മുടെ തഅല്ലുഖുൽ ഖൽബ്, നമ്മുടെ കൽബിന്റെ ബന്ധം റബ്ബുമായിട്ടായിരിക്കണം. അപകടഘട്ടത്തിൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, ആപൽ ഘട്ടത്തിൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, ദുആഇന് ഇജാബത്ത് ലഭിക്കണമെങ്കിൽ സദാസമയവും നമ്മുടെ കൽബ് റബ്ബുമായി ബന്ധപ്പെട്ടിരിക്കണം. ബുദ്ധിമുട്ടുണ്ടാകുന്ന നേരത്തെ മാത്രം തുറന്നാൽ പോരാ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോ പ്രാർത്ഥനയിൽ റഹബും റഹബും ഭയപ്പാടും വേണം. അതോടുകൂടെ വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മിൽ ഭയഭക്തിയുള്ളവരായിരുന്നു. നമ്മളെ നാട്ടിലെ ഭയഭക്തി എവിടെയാണ്? നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് എവിടെയാ ഭയഭക്തി? മഖാമ് മസാറ് കാണുമ്പോൾ ആകെ പേടിയാണ്, ഭയങ്കര ബേജാറാണ്. അങ്ങോട്ട് നടന്നു പോയിട്ട് ഇങ്ങോട്ട് പിന്നാക്കം പോരലാണ്. കാരണം എന്താ? നമ്മൾ ഈ പിൻഭാഗം ഓറ് കാണ്ടാൻ ചിട്ട് അത്രക്ക് റഹബ, അത്രക്ക് റഹബ, അത്രക്ക് ഭയഭക്തിയാണ്. ഓറെങ്ങാനും നമ്മൾ പിൻഭാഗം കണ്ടു പോയാലോ വെച്ചിട്ട് ഇങ്ങനെ കുഴിയാന വരുന്ന പോലെ ബേക്കടിക്കലാണ്. നമ്മളെ റഹബ് അവിടെയാണ്, നമ്മുടെ കൗമിന്റെ റഹബ് അവിടെയാണ്. എന്നാൽ വകാനൂ ലനാ ഖാശിഈൻ, ആര്? അമ്പിയാക്കന്മാരും മുർസലീങ്ങളും. ഇനിയോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഉപകാരം ഇങ്ങോട്ട് കിട്ടാൻ, അല്ല ഉപദ്രവം അങ്ങോട്ട് നീങ്ങാൻ. അതല്ല ഇപ്പൊ ദ്വാരക്കുക എന്നറിയുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. സൂറത്ത് നംലിലെ 62-ാമത്തെ ആയത്തിൽ അമ്മൻ, ആരുണ്ടടോ, ആരുണ്ട്? യുജീബുൽ മുൽത്തറ, ആപത്ത് ബാധിച്ചവന് ഉത്തരം നൽകുന്നവൻ, വയക്ഷിഫു സൂഅ, പ്രയാസത്തിൽ നിന്ന് അവന് തുറസ് നൽകുന്നവൻ ആരുണ്ട്? നിങ്ങളെ ഭൂമിയിൽ മാറി മാറി വരുന്ന തലമുറയാക്കുന്നവനും ആരുണ്ട്? ഇലാഹും മഅല്ലാഹ്, അള്ളാന്റെ കൂടെ മറ്റ് ആരാധ്യരോ? ഖലീലം മാ തദക്കറൂൻ, മൂണ കൊടുത്ത് ആലോചിക്കുന്നവൻ നിങ്ങളെ കൂട്ടത്തിൽ വളരെ കുറവാണ്. കാരണം ബുദ്ധിയെല്ലാം പണ്ഡിതന്മാർക്ക് പണയം വച്ചിരിക്കുകയാണ്. ഖലീലം മാ തദക്കറൂൻ, ബുദ്ധി കൊടുത്ത് ആലോചിച്ച് ചിന്തിക്കുന്നവൻ നിങ്ങളെ കൂടുതൽ വളരെ കുറവാണ്. ഖുർആൻ തന്നെ പറയാന്ന്. സൂറത്ത് നംൽ 62 ഉദാഹരണം പറയാം. ഈ മുൽത്തർ, അപകടം ബാധിച്ചവൻ, മുസീബത്ത് ബാധിച്ചവൻ, അവൻ ഉത്തരം നൽകുന്നവൻ അല്ലാണ്ട് ആരുണ്ട്? അല്ല ചോദിക്കാൻ.
അതേ പ്രകാരം തന്നെ വല്ല പ്രയാസവും അനുഭവപ്പെടുന്നവൻ അത് കശിഫ് എന്നാൽ അത് നീക്കം ചെയ്യുക, തുറസ് നൽകാൻ ആരുണ്ട്? ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ വയനാട് ചുരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക, 3-ാം വളവ് 4-ാം വളവ് എത്ര വളവായാലും തിരക്കില്ല. ഡ്രൈവർ പറയാന്ന് നമ്മൾ ടൂറിസ്റ്റ് ബസ്സാണ്, ബസ്സിൻ്റെ ബ്രേക്ക് പോയിട്ടുണ്ട്. ഇപ്പോ ഇതിങ്ങനെ എന്താന്ന് താങ്ങി ഗീർമ താങ്ങി ഇറക്കുക. എപ്പോ കൊടുത്തപ്പോഴൊന്നും അറിയില്ല. ഇതങ്ങോട്ട് കേട്ട എന്തായിരിക്കും അവസ്ഥ? ഇതില് ബസ്സിൽ പല വിശ്വാസക്കാരുണ്ടാവുമല്ലോ, പല ജാതിയും പല വിശ്വാസക്കാരുണ്ടാവൂലേ. ഒരു കൂട്ടർ എന്താ പറയല്? യാ മൈനീശൈഖേ, ഒരു കൂട്ടർ യാ ബദരീങ്ങളെ, വേറൊരു കൂട്ടർ യാ ജിന്നെ, കുറ്റിപ്പൊന്തയിലോ കാട്ടിലോ ഒളിച്ചിരിക്കുന്ന വല്ല ഭൗതിക ജിന്നുകളും ഉണ്ടെങ്കിൽ സഹായിക്കണേ. ഒരു കൂട്ടരോ മറ്റുള്ള മതസ്ഥരാണെങ്കിൽ അവരെ ആരാധ്യത. എണ്ണപ്പെട്ട ആളുകൾ യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, അഗ്സ്നാ മിൻ ഹാദിഹിൽ ബലിയ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നീ തുറച്ചു നൽകണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഏതാണ് ദുആ? ഖുർആൻ പറഞ്ഞ ദുആ യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. അല്ലാത്തതോ ഖുർആൻ പറഞ്ഞതിന്റെ പുറത്ത് അതിന് പ്രാർത്ഥന എന്ന് പറയില്ല, റബ്ബിൽ പങ്കു ചേർക്കുന്ന ശിർക്കാകുന്ന ദുആ. അതവിടെ ചോദിക്കുന്നത് അമ്മൻ ആരുണ്ട്? യുജീബുൽ മുൽത്തർ, അപകടം, മുസീബത്ത്, ബുദ്ധിമുട്ട്, എന്ത് ബുദ്ധിമുട്ടായാലും വേണ്ടില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, അന്നേരത്ത് അതുവരെ നമ്മൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറി സുബ്ഹാനല്ലദീ സഖറനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഹൈവേയിൽ കയറിയപ്പോണ്ട് ഒരു പാണ്ടി ലോറി നമ്മളെ കാറിന്റെ നേരെ വരുന്ന ഒരു വരവ്, തങ്ങളെ. അതുവരെ അള്ളാഹിനെ വിളിച്ചോ മുസീബത്ത് ബാധിക്കുമ്പോ പെട്ടെന്ന് യാവതിരികളെ കണ്ടാ, പെട്ടെന്ന് അവന്റെ മനസ്സ് മാറിപ്പോവാന്ന്. അപ്പൊ യാ അല്ലാന്ന് പറഞ്ഞൂടെ? യാ അല്ലാന്ന് പറഞ്ഞൂടെ? യാ റബ്ബ്, യാ റഹ്മാൻ, യാ അല്ലാഹ് എന്ന് എന്തേ നിന്റെ നാക്കിൽ നിന്ന് വരാത്തത്? കാല് വഴുതി വീഴുമ്പോൾ എന്തേ പെട്ടെന്ന് അള്ളാഹു അല്ലാത്തവയിലേക്ക് നിന്റെ മനസ്സ് പോകുന്നത്? തൗഹീദ് കൽബിൽ ഉറക്കാത്തവൻ കൊണ്ട്. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ എന്റെ ശിക്ഷ അവർക്ക് വന്ന് ഭാവിച്ചപ്പോൾ അവർ വിനയപ്പെട്ടുകൊണ്ട് താഴ്മ കാണിച്ചില്ല, അവർ ഹൃദയം കടുത്തുപോയി, പിശാച് അവർ ചെയ്യുന്നതിന് അവർക്ക് അലങ്കാരമാക്കി ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. വസയ്യന ലഹുമു ശൈത്താനു മാ കാനൂ യഅമലൂൻ. അൻആം 42. സത്യല്ലേ? പിശാച് അലങ്കാരമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ ജനങ്ങളെ വിശ്വാസം? ഇപ്പൊ നമ്മൾ ചോദിക്കാന്ന്, അള്ളാഹിനോട് ദ്വാരക്കുന്നതും ഔലിയാക്കന്മാരോട് ദ്വാരക്കുന്നതായിട്ട് ഉത്തരം കിട്ടാൻ ഏറ്റവും സ്പീഡ് ഏതിനാന്ന് ചോദിച്ചാൽ അത് ഔലിയാക്കന്മാരോട് ദ്വാരക്കുന്നത്. ഏതുപോലെ നമ്മൾക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം, അഥവാ കാഞ്ഞങ്ങാട്ട് പോകണം. അതിൽ വേഗം എത്തണമെങ്കിൽ എന്ത് വേണം? ബെൻസ് കാറിൽ പോകണം. സാധാരണക്കാരനെ പഠിപ്പിക്കാൻ ഈ അന്തം കമ്മികൾ. ഞാൻ മിമ്പറിന്റെ മുകളിൽ പറയുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും അല്ലാത്തവരോട് ദ്വാരക്കുന്നത് മെർച്ചഡീസ് ബെൻസിൽ പോകുന്ന പോലെയാണ്. അള്ളാഹോട് ദ്വാരക്കുന്നതോ ലോക്കൽ KSRTC. ആരെയാണ് ഈ പരിചയപ്പെടുത്തുന്നത്? ആരെയാണ് ഈ ഉപമിക്കുന്നത്? ആരെയാണ് ഈ സാദൃശ്യപ്പെടുത്തുന്നത്? അള്ളാഹിനോടുള്ള പ്രാർത്ഥനയെ. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് അപകടകരമായ രീതിയിൽ ഒരു ലോറി വരുമ്പോൾ ഇവൻ യാ ബദരീങ്ങളെ എന്ന് അല്ലാതെ എന്ത് വിളിക്കോ? കാരണം
ബെൻസ് വേഗതയിൽ ഉത്തരം കിട്ടാൻ ഇയാളാണ് നല്ലത്, അല്ലാഹു അല്ല. അള്ളാഹിനോട് ദ്വാരന്നാൽ ലോക്കൽ KSRTC പോലെ ഇഴഞ്ഞ് കിട്ടെങ്കിലായി, എത്തെങ്കിലായി. അതാ പിശാച് അവർക്ക് ഭംഗിയായി കാണിച്ചു കൊടുത്തു മാക്കാനോ യഅ്മലൂൻ, അവരെ പ്രവൃത്തികളെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രാൻസ്ഫോമർ, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു സമൂഹത്തിൽ. ട്രാൻസ്ഫോമറിലൊക്കെ നേരെ കൊണ്ടുപോയി കയറ്റി നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ പിശാച് അതിന് ഔലിയാക്കന്മാരും ഇങ്ങോട്ട് വലിച്ചെടുത്ത്, എന്നിട്ട് അതിലെ ശൈഖന്മാർക്ക് കൊടുത്ത്, എന്നിട്ട് ഓരോ മുരീദന്മാരിലേക്ക് എത്തി, എന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് അവരെങ്ങനെ എങ്ങനെ എങ്ങനെ വന്നിട്ട് അള്ളാലേക്ക് കണ്ടാ. ഉദുഉനി അസ്തജിബ് ലക്കും, ഉദുഉനി അസ്തജിബ് ലക്കും, ദ്വാർന്നോ ഞാൻ ഉത്തരം നൽകാം. അവിടെ മധ്യവർത്തിയുടെ ആവശ്യമില്ല, ഇടയാളന് ആവശ്യമില്ല, കാര്യം ബോധിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹ് റഹ്മാനാണ്, റഹീമാണ്, ഒന്നും പ്രശ്നമല്ല. സംഗതി നടക്കണമെങ്കിൽ ഇടക്കാള് പോകണം. ഇതാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന അപകടകരമായ അവസ്ഥ. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹ് പറയാന്ന്, മനുഷ്യരെ, എൻ്റെ അടിമകളെ, നിങ്ങൾ മുഴുവനും വഴി പിഴച്ചവരാണ്, അഥവാ കൃത്യമായ വഴി അറിയാത്തവരാണ്, ഞാൻ വഴി കാണിക്കുന്നവൻ ഒഴികെ. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി എന്നോട് ചോദിച്ചോ. നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം നൽകുന്നവൻ ഒഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടോളൂ. എന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടോളൂ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷിപ്പിക്കാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഖുദ്സിയായ ഹദീസിന്റെ അല്പഭാഗമാണ്. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം എന്ത്? നിങ്ങളെല്ലാവരും, അല്ലാഹ് പറയാന്ന്, നിങ്ങളെ ജിന്നും ഇൻസും നിങ്ങളുടെ മുമ്പുള്ള ആളുകളും ഇപ്പോഴുള്ളവർ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാവരും കൂടി അവന്റെ ഓരോരുത്തരെ ആവശ്യങ്ങൾ അവൻ ചോദിച്ചു. ഞാൻ എല്ലാവർക്കും ഉത്തരവും നൽകി. അത് എന്റെ അധികാരത്തിൽ നിന്ന് ഒട്ടും കുറവ് വരുത്തുകയില്ല. എത്രത്തോളം? സമുദ്രത്തിൽ മുക്കിയെടുക്കുന്ന സൂചിയിൽ എത്ര വെള്ളം പറ്റുമോ അത്ര, എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവ് വരുത്തുകയില്ല. അപ്പോ ഓരോ മനുഷ്യനും ഓരോ ആവശ്യങ്ങളാ ചോദിക്കുക. ഓരോ ഭാഷയിലാണ്, ഓരോ ദേശത്താണ്, ഓരോ ആവശ്യങ്ങളാണ്. ഇത് കൃത്യമായി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകാം. ഞാൻ ചോദിക്കട്ടെ, അതേ ഉത്തരം നൽകുന്നവൻ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ചില ശൈഖുമാരും കുത്തുബുമാരും നമ്മളെ നാട്ടിലില്ലേ? അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുന്ന, അള്ളാഹ് കാണും പോലെ കാണുന്ന, അല്ലേ? ഈ സമൂഹത്തെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ സമൂഹത്തിന്റെ കൽബിലേക്ക് അത് അടിച്ച് ഇറക്കിക്കഴിഞ്ഞു. പിന്നെ റബ്ബിനോട് ഇതുവരെ ആളെ കിട്ടും. അള്ളാഹ് ചോദിക്കാന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു, എന്നാലും എന്റെ മുൽക്കിൽ ഒരു കുറവും വരുന്നതല്ല. ഈ ഗ്യാരണ്ടിയുള്ള, ഇങ്ങനെ പത്രാസ് പറയാൻ കഴിയുന്ന, ഈ യോഗ്യതയുള്ള, ഈ പവറുള്ള ഏത് മഖ്ലൂഖുണ്ട്? ഖാലിഖായ റബ്ബല്ലാണ്ട്, ഖാലിഖായ റബ്ബല്ലാണ്ട്. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക. എപ്പോഴും റബ്ബിനോട് നമ്മളെ കൽബിന്റെ തഅല്ലുഖുൽ ഖൽബ് റബ്ബുമായിട്ടാവുക. ബുദ്ധിമുട്ടാകുമ്പോൾ പോയി ഇങ്ങനെ റബ്ബേ എന്ന് പറഞ്ഞൊരു കാര്യമല്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു. സംഭവം വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹ് എന്തേ മുപ്പത് വരുന്നത്? ഓ മൂസാ നബിയെ രക്ഷിക്കണേ, ഓ മുഹമ്മദ് നബി പിന്നെയാണ്, ഓ ആദൻ നബിയെ രക്ഷിക്കണേ, ഓ നൂഹ് നബിയെ സലാമത്താക്കണമെന്ന് വരുന്നത്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തേ വരുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനയില്ല,
നീ എത്രയോ പരിശുദ്ധനാണ്, ഞാൻ ഇതാ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. അള്ള രക്ഷപ്പെട്ടു. എന്നിട്ട് അള്ള പറയുന്നത് എന്താന്ന് നിങ്ങള്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അങ്ങാനും സ്ഥിരമായി എന്നെ സ്തുതിക്കാത്തവനാണെങ്കിൽ ആയിരുന്നെങ്കിൽ, അഥവാ മുമ്പും ശേഷവും സ്ഥിരമായി എന്നെ സ്തുതിക്കാത്തവനായിരുന്നെങ്കിൽ, എനിക്ക് തസ്ബീഹ് സമർപ്പിക്കാത്തവനായിരുന്നെങ്കിൽ, ജനങ്ങളെ ഉയർന്നെത്തിക്കുന്ന ദിവസം വരെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമായിരുന്നു. സൂറത്ത് സാഫാത്ത് 144. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം സ്ഥിരമായി എനിക്ക് തസ്ബീഹ് സമർപ്പിക്കുന്നവൻ ആയിരുന്നില്ല എങ്കിൽ ലലബിസ, അദ്ദേഹം താമസിക്കുമായിരുന്നു ഫി ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ, ഇലാ യൗമി യുബ്അസൂൻ, ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അവിടെ കിടക്കേണ്ടി വരും. പിന്നെ എന്തേ രക്ഷപ്പെട്ടത്? എപ്പോഴും റബ്ബോട് പ്രാർത്ഥിക്കുന്നവൻ, എപ്പോഴും സന്തോഷത്തിലും സന്താപത്തിലും ബുദ്ധിമുട്ടിലും സുഭിക്ഷതയിലും റഹായിലും ഷിദ്ദത്തിലും എല്ലാ സമയവും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. അപ്പൊ റബ്ബ് പരിഗണിക്കും. ആ പരിഗണനയാണ് ഇതാ ഞാൻ ഇവിടെ പെട്ടുപോയി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹ് രക്ഷപ്പെടുത്തും. അപ്പൊ ബുദ്ധിമുട്ട് സമയത്ത് മാത്രം പോയി അള്ളാഹുവോട് നേർന്നിട്ടും കാര്യമല്ല, സ്ഥിരമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഫിർഔൻ വിശ്വസിച്ചില്ലേ? എപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളും കടന്നുപോയി. ഫിർഔൻ ഇവരെ പിടിക്കാൻ വേണ്ടി നേരെ വന്ന് വെള്ള രണ്ട് ഭാഗത്തും കൂടി ഇങ്ങോട്ട് കൂടി ഏതായാലും രക്ഷല്ലാന്ന് കണ്ടപ്പോ മൂപ്പര് പറയാന്ന്, ആമൻതു ബിറബ്ബി മൂസാ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതാ ആമൻതു, ഞാൻ ഈമാൻ കൊണ്ടു, ബിറബ്ബി മൂസ, മൂസയുടെ റബ്ബിൽ, വ ഹാറൂൻ, മൂസയുടെ സഹോദരനാകുന്ന ഹാറൂൻ നബിയുടെയും റബ്ബിൽ, പടച്ചവനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹ് അദ്ദേഹം പറഞ്ഞ്, ആ കുഴപ്പമില്ല, എന്നാ പിന്നെ ഇനിയിപ്പോ ഏതായാലും വിശ്വസിച്ചല്ലോ വിട്ടാന്ന് പറഞ്ഞ്, ആൽ ആൻ വഖദ് അസൈത് ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ, ഇപ്പോഴാണടോ നിനക്ക് സമയമായത്. ഇതിന്റെ മുമ്പ് നീ ധിക്കാരിയായി, കുഴപ്പക്കാരനായി, പ്രശ്നക്കാരനായി, വിശ്വാസികളെ കടുത്ത പരീക്ഷണത്തിന് വിധേയനാക്കി ബനൂ ഇസ്രായേൽക്കാരെ വെറും മൃഗങ്ങളെ പോലെ പെരുമാറിയ നീ, ഇതാ നിന്റെ ആത്മാവ് തടിയിൽ നിന്ന് പോവുകയാണ് എന്ന് ഉറപ്പിച്ച ഈ സന്ദർഭത്തിലാണോ നീ വിശ്വസിക്കുന്നത്? അൽ ആൻ, ആൽ ആൻ, ഇപ്പോഴാ സമയായത് എന്ന് ചോദിക്കുകയുണ്ടായി. അത് ഫിർഔനോട് സൂറത്തുൽ സാഫാത്തിലെ 144. അപ്പൊ നമ്മൾ എടങ്ങേറ് സമയത്ത് മുസീബത്ത് ഘട്ടത്തിൽ മാത്രം റബ്ബിനോട് ദ്വാരക്കുക, ബാക്കിപ്പോ നമ്മൾ നല്ല സ്വത്ത് തന്നെ അല്ലേ എന്ന് കരുതാൻ പാടില്ല. എപ്പോഴും നന്മ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, അല്ലാഹു നിന്റെക്കെന്നാണ്, നീ തന്നതാണ്, നിന്റെ മുതലാന്ന്, നിന്റെ മക്കളാന്ന്, നിന്റെ കഴിവാന്ന്, നിന്റെ യുക്തിയാന്ന്, നിന്റെ ശക്തിയാന്ന്, നിന്റെ ആരോഗ്യമാണ്, എന്റേതല്ല എന്ന ചിന്ത ഉണ്ടാവുക. അത് റബ്ബിന് വകവെച്ച് കൊടുത്തുകൊണ്ട് എപ്പോഴും റബ്ബിനോട് മാത്രം പേടിയോടെ, ഭയപ്പാടോടെ, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ, റബ്ബിനോട് ഖുശൂഅോട് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി സ്വർഗത്തിലെത്തി. കണ്ട, അവിടെയും തൗഹീദ് തന്നെയാണ് ചർച്ച. അതാണ് സൂറത്ത് തൂറിൽ ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെയും ആ വിശ്വാസികളോട് തുടർന്ന ഈമാനുമായി തുടർന്ന അവരുടെ സന്താനങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് വരികയാണ്. അവർ സ്വർഗത്തിലെത്തി. അങ്ങനെ അവർ പരസ്പരം ചോദിക്കുകയാണ്.
പരസ്പരം മുന്നോട്ട് വന്നുകൊണ്ട് സ്വർഗത്തിലെ ആളുകൾ ചോദിക്കുകയാണ്, ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു മിൻ അഹ്ലിനാ മുശ്ഫിഖീൻ. ദുനിയാവിലായിരുന്നപ്പോ കുടുംബത്തിന്റെ കാര്യത്തിൽ ബേജാറുണ്ടായിരുന്നു. നരകത്ത് പോയി പോവോ, മകനെ കിട്ടൂലേ, ഭാര്യയെ കിട്ടൂലേ, ഭർത്താവിനെ സ്വർഗത്തിലേക്ക് ലഭിക്കയില്ലേ, പേരമക്കളെ കിട്ടൂലേ, മാനിപ്പാനും കിട്ടൂലേ എന്ന ബേജാറുണ്ടായിരുന്നു ഞങ്ങൾ ദുനിയാവിലായിരുന്നപ്പോൾ. പക്ഷേ അവർക്കെല്ലാം തൗഹീദ് കിട്ടിയത് കൊണ്ട് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് ദാക്ഷിണ്യം കാണിക്കുകയും തുളച്ചു കയറുന്ന നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്തു എന്നൊക്കെ ഇവരെങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇന്നാ നമ്മളായിരുന്നു, ഇന്നാ കുന്നാ മിൻ ഖബൽ, ദുനിയാവിലായിരുന്നപ്പോ തന്നെ നമ്മളായിരുന്നു നദ്ഉഹു, റബ്ബിനോട് ദ്വാരന്നിരുന്നു. സ്വർഗത്തിലെ ചർച്ചയാണ്. ഇന്നാ കുന്ന നദ്ഉഹു, നമ്മൾ റബ്ബിനോടായിരുന്നു ദ്വാരന്നിരുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ശിർക്ക് ചെയ്തിട്ടില്ല. അമ്പലം തങ്ങളെ, മറ്റേ ആണ്ടവരെ എന്ന് വിളിച്ച് നമ്മൾ ദ്വാരന്നിട്ടില്ല. നദ്ഉഹു, ആ അള്ളാനോടായിരുന്നു നമ്മൾ ദ്വാരന്നിരുന്നത്. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, ആ അള്ളാഹ് വളരെ പുണ്യം നമുക്ക് ചെയ്തു. അർ റഹീം, കാരുണ്യവാനുമാണ്. സ്വർഗത്തിലെ ചർച്ചയാണ്. എപ്പോ ഇവിടുന്ന് തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയി എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി പരലോകത്ത് സ്വർഗത്തിലെത്തിയതിൻ്റെ ശേഷമുള്ള ചർച്ചയാണ്. നമ്മൾ റബ്ബിനോട് മാത്രമായിരുന്നു ദ്വാരന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. സൂറത്ത് തൂറിലെ 25 മുതൽക്കുള്ള ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാം. അതുകൊണ്ട് തൗഹീദ് സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. അള്ളാഹിനോട് മാത്രമുള്ള പ്രാർത്ഥന സ്വർഗത്തിലെ ചർച്ചയാണ്. വിടാണ്ട് പിടിക്കുക, റബ്ബിനോട് മാത്രം സ്വർഗം കിട്ടാൻ വേണ്ടി. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്.